വലിയ സ്വപ്നങ്ങളുമായി അമേരിക്കൻ മണ്ണിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഠനത്തിന് ശേഷം യുഎസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ യുഎസ് നിയമങ്ങൾ ലംഘിച്ചാൽ രാജ്യം വിടേണ്ടി വരും എന്ന കടുത്ത മുന്നറിയിപ്പാണ് ഔദ്യോഗികമായി ലഭിക്കുന്നത്. ഒരു കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് ജോലി ഓഫർ ലെറ്റർ ലഭിച്ചാൽ മാത്രം പോരാ. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധമായും എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അഥവാ EID കാർഡ് നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം. ഈ രേഖ ലഭിക്കുന്നതിന് മുൻപ് ജോലിയിൽ പ്രവേശിച്ചാൽ അത് വലിയ നിയമലംഘനമായി കണക്കാക്കും. 2026 ഇമിഗ്രേഷൻ നിയമങ്ങൾ പ്രകാരം US സർക്കാർ ഈ കാര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുൻപത്തെ പോലെ ഇളവുകൾ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. യുഎസിൽ F1 സ്റ്റുഡന്റ് വിസയിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും കടുത്ത നിബന്ധനകളാണ് നിലവിലുള്ളത്. പഠനം പൂർത്തിയാക്കിയ ശേഷം തങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നതിനായി ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPT എന്ന സംവിധാനമാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വെറുമൊരു ജോലി ഓഫർ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ നിയമപരമായി അനുവാദമില്ല. ഇവിടെയാണ് പല വിദ്യാർത്ഥികൾക്കും വലിയ തെറ്റ് പറ്റുന്നത്. പലരും വിചാരിക്കുന്നത് സർവകലാശാലയിലെ പഠനം കഴിഞ്ഞു, കയ്യിലൊരു കമ്പനിയുടെ ഓഫർ ലെറ്റർ ഉണ്ട്, അതുകൊണ്ട് നാളെ മുതൽ ജോലിക്ക് കയറാമെന്നാണ്. എന്നാൽ US നിയമപ്രകാരം EID കാർഡ് അംഗീകാരം ഇല്ലാതെ ചെയ്യുന്ന ഏതൊരു ജോലിയും നിയമവിരുദ്ധമായ തൊഴിലായിട്ടാണ് ഇമിഗ്രേഷൻ വകുപ്പ് കണക്കാക്കുന്നത്. അത് കേവലം ഒരു ദിവസത്തെ ജോലിയാണെങ്കിൽ പോലും വലിയ കുറ്റമായി മാറും. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കാനും രാജ്യം വിടാൻ ഉത്തരവിടാനും ഇവിടുത്തെ അധികാരികൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിനായി വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ സർവകലാശാലയിലെ ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യൽ അഥവാ DSOയെ സമീപിച്ച് അനുമതി വാങ്ങുക എന്നതാണ്. ഇതിനുശേഷം പുതുക്കിയ I-20 ഫോം കൈപ്പറ്റണം. ഈ പുതുക്കിയ I-20 ഫോം ലഭിച്ചതിന് ശേഷം മാത്രമേ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് അഥവാ UCIS പോർട്ടൽ വഴി ഫോം I-765 സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അപേക്ഷ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് US സർക്കാർ നിങ്ങൾക്ക് ഈ ID കാർഡ് അനുവദിക്കുന്നത്. ഈ കാർഡിൽ ഒരു നിശ്ചിത തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ തീയതി മുതൽ മാത്രമേ നിങ്ങൾക്ക് നിയമപരമായി ജോലി ആരംഭിക്കാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ EID കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് 2 മുതൽ 4 മാസം വരെ സമയമെടുക്കാറുണ്ട്. നാട്ടിൽ നിന്ന് വൻ തുക ലോൺ എടുത്ത് ഇവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ ഈ കാത്തിരിപ്പ് സമയം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഇടയുമുണ്ട്. ഉയർന്ന ട്യൂഷൻ ഫീസും ഇവിടെ ജീവിക്കാനുള്ള കനത്ത ചെലവുകളും കാരണം പലരും വലിയ പണഞ്ഞെരുക്കത്തിലാണ് കടന്നു പോകുന്നത്. ഈ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം മൂലമാണ് ചില വിദ്യാർത്ഥികളും EID കാർഡ് വരുന്നതിന് മുൻപ് തന്നെ പാർട്ട് ടൈം രീതിയിലോ ഓഫർ തന്ന കമ്പനിയിലോ രഹസ്യമായി ജോലി ചെയ്യാൻ റെഡിയാവുന്നത്. എന്നാൽ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും നിയമം ലംഘിച്ചാൽ US അധികൃതർ യാതൊരു ഇളവും നൽകുകയില്ല. EID കാർഡില്ലാതെ ക്യാമ്പസിന് പുറത്ത് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വിസ എന്നേക്കുമായി റദ്ദാക്കപ്പെടാനും കാരണമാകും. കൂടാതെ ഭാവിയിൽ അമേരിക്കയിലേക്ക് തിരികെ വരുന്നതിനും കനത്ത വിലക്ക് തന്നെ നേരിടേണ്ടി വരും. 2026 US ഇമിഗ്രേഷൻ വകുപ്പ് ഈ OPT നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ്. വ്യാജ കമ്പനികളുടെ പേരിൽ ഓഫർ ലെറ്റർ ഉണ്ടാക്കി OPT വിസ ദുരുപയോഗം ചെയ്യുന്ന 10,000-ഓളം വിദേശ വിദ്യാർത്ഥികളെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് എന്നാണ് പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ വ്യാജ കമ്പനികളെയും ഏജന്റുമാരെയും വിശ്വസിച്ച് ആരും കെണിയിൽപ്പെടരുത്. ഇതുകൂടാതെ ഇത്തവണ US വിസ നിയമങ്ങളിൽ വലിയ ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് അഥവാ DS എന്ന ഇളവ് നിർത്തലാക്കാൻ US ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അതായത് മുൻപ് പഠനം നീണ്ടുപോയാലും വിസയിൽ ഇളവ് ലഭിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ പരമാവധി 4 വർഷത്തെ കൃത്യമായ കാലാവധി മാത്രമായിരിക്കും I-94 റെക്കോർഡിൽ അനുവദിക്കുക. ഈ കാലാവധിക്കുള്ളിൽ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇമിഗ്രേഷൻ വകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇവിടെ തുടരാൻ ലഭിച്ചിരുന്ന ഗ്രേസ് പീരീഡ് മുൻപ് 60 ദിവസമായിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഇത് 30 ദിവസമായി ചുരുക്കാനും സാധ്യതയുണ്ട്. ഈ 30 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ ഒന്നെങ്കിൽ രാജ്യം വിടണം, അല്ലെങ്കിൽ OPTക്ക് അപേക്ഷിക്കണം. അതുമല്ലെങ്കിൽ മറ്റ് വിസകളിലേക്ക് മാറണം. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. പഠനകാലത്ത് തന്നെ OPT അപേക്ഷകൾ സമർപ്പിക്കാനുള്ള കൃത്യമായ സമയം മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ സർവകലാശാലയിലെ DSOയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണം. ഓഫർ ലെറ്റർ ലഭിച്ചാൽ കമ്പനിയുടെ EID കാർഡ് ലഭിച്ച ശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുക. നിയമപരമായി EID കാർഡിന്റെ തുടക്ക തീയതിക്ക് മുൻപ് ഒരു കാരണവശാലും ഓഫീസിലോ ഫീൽഡിലോ വർക്ക് ചെയ്യാൻ നിൽക്കരുത്. ഈ കടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നാട്ടിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ മുൻഗണന നൽകണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, എങ്കിലും നിയമവിരുദ്ധമായ വഴികൾ തിരഞ്ഞെടുത്താൽ അത് നിങ്ങളുടെ വലിയ കരിയറും ജീവിതവും തകർത്ത് കളയും. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക.